കട്ടപ്പന നഗരസഭയുടെ വിവിധ മേഖലകളിൽ രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം തകൃതി. കട്ടപ്പന കൊച്ചുതോവാള റോഡിൽ മാലിന്യം ചാക്കിൽ കെട്ടി നിക്ഷേപിച്ച നിലയിൽ കണ്ടെത്തി. കർശന നടപടിയുമായി നഗരസഭയും ആരോഗ്യ വിഭാഗവും രംഗത്തെത്തി. കട്ടപ്പന നഗരസഭയുടെ വിവിധ മേഖലകളിൽ ഒരിടവേളയ്ക്ക് ശേഷം മാലിന്യ നിക്ഷേപം വീണ്ടും തകൃതിയാകുന്നു. നഗരസഭ 11-ാം വാർഡ് കൊച്ചുതോവാള റോഡിന്റെ ഇരുവശങ്ങളിലും വലിയ തോതിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുകയാണ്. പൊതുവെ പെട്ടെന്ന് ജനശ്രദ്ധ ലഭിക്കാത്ത പ്രദേശങ്ങളിലാണ് വാഹനങ്ങളിൽ കൊണ്ടുവന്ന മാലിന്യം തള്ളിയിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഡയപ്പറുകളും ഭക്ഷണാവശിഷ്ടങ്ങളും ഉൾപ്പെടെയാണ് ചാക്കിൽ കെട്ടി വഴിയരികിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. കട്ടപ്പന നഗരസഭയുടെ 11-ാം വാർഡ് ഭാഗത്ത് വേസ്റ്റ് കൊണ്ട് തള്ളിയിരുന്നു മാലിന്യം. രാത്രികാലങ്ങളിലാണ് തള്ളുന്നത്. അവിടെ അടുത്തുള്ളവർ പറയുകയുണ്ടായി, വണ്ടി കൊണ്ട് നിർത്തുന്നു, ഇറങ്ങി നോക്കുമ്പോഴത്തേക്കിനും വണ്ടി വിട്ടുപോകുന്നു. ഇത് ഇന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യ വിഭാഗം ആൾക്കാരുമായിട്ട് വന്ന് നോക്കിയപ്പോൾ അതിനകത്ത് മുഴുവൻ ഡയപ്പർ, ആഹാര സാധനങ്ങൾ, അതുപോലെ അടിച്ചു വാരിയ വേസ്റ്റ്, അങ്ങനെ പല സാധനങ്ങൾ, ആഹാര സാധനങ്ങൾ, അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് നിന്നും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനെതിരെ തക്കതായ നടപടിയെടുക്കാൻ തന്നെയാണ് നമ്മൾ സ്വീകരിച്ചേക്കുന്നത്. ഉറപ്പായിട്ടും അവർക്കെതിരെ നടപടി ഉണ്ടാകും. കവറിലാക്കി നിക്ഷേപിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നായ്ക്കൾ കടിച്ചുകീറി റോഡിലാകെ ചിതറിക്കിടക്കുന്നത് തെരുവുനായ ശല്യം വർദ്ധിക്കുന്നതിനും ഇടയാക്കുന്നു. കടുത്ത ദുർഗന്ധം കാരണം ഇതുവഴി കാൽനടയാത്ര പോലും അസഹനീയമാണ്. ഈ അജൈവ മാലിന്യങ്ങൾ കവറിനകത്താക്കി റോഡുകളിൽ കൊണ്ടിടുന്നത് മൂലം, ഭക്ഷണ സാധനങ്ങൾ കൊണ്ടിടുന്നത് മൂലം തെരുവുനായ്ക്കളുടെ എണ്ണവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യർക്ക് പലർക്കും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മുനിസിപ്പാലിറ്റികളും അല്ലെങ്കിൽ പഞ്ചായത്തുകളും വഴി വിതരണം ചെയ്യുന്ന കിച്ചൺ ബിന്നുകൾ ഉപയോഗിക്കുകയും പ്ലാസ്റ്റിക്കുകൾ കടകർപ്പസിലേക്ക് കൊടുക്കുകയും ചെയ്താൽ. കട്ടപ്പന പേഴുങ്കവല ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപ പ്രദേശങ്ങളിലും മാലിന്യ നിക്ഷേപം വീണ്ടും തുടർന്നിട്ടുണ്ട്. മുൻപ് ഈ ഭാഗങ്ങളിലെല്ലാം ആരോഗ്യ വിഭാഗം തുടർച്ചയായി പരിശോധന നടത്തുകയും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനാൽ ഇവിടെ മാലിന്യ നിക്ഷേപത്തിന് താൽക്കാലിക ശമനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ റോഡ് വശങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകുവാനാണ് നഗരസഭയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.